ആദ്യമായിട്ട് നമ്മളോട് തുറന്ന് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കര അഭിമാനമുള്ള ഒരു നിമിഷമാണ് കേട്ടോ. ഈ ഒരു സമയം ശരിക്കും ഞാനാണ് വനിതാ കളക്റ്റീവിനോട് നന്ദി പറയേണ്ടത് ഈ ഒരു മുഹൂർത്തത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മമ്മി ബിജു മമ്മി നീ കളക്റ്റീവിലോട്ട് വരുന്നോ മോളെ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചപ്പോ ശരിക്കും ഇതുപോലെ വളരെ എന്താ പറയാ വിശാലമായ കുറെ അനുഭവങ്ങള്, കുറെ അവസരങ്ങള്, കുറെ തുറന്നു പറച്ചിലുകള്, കുറെ പ്രഭു പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറെ ആശ്വാസം, കരുതല്, ചേർത്ത് പിടിക്കലൊന്നും ലഭിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്നറിയാം, ഒറ്റപ്പെടലും അവഗണനകളും തള്ളിപ്പറച്ചിലുകളും ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ആളലുണ്ടാവും, ഒരു പേടി ഉണ്ടാവും. അവിടെ നിന്നും നമുക്കൊരു മോശം അനുഭവം ഉണ്ടാവും എന്നുള്ളത്. എന്നാൽ മമ്മി വിളിച്ചതിനെ കൊണ്ട് എനിക്ക് ആ ഒരു ആശങ്ക അല്പം ഇല്ലെങ്കിൽ പോലും ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് ഭയങ്കര അഭിമാനത്തിലാണ്. വനിതാ കളക്റ്റീവിന്റെ ഓരോ പരിപാടിയിലും നിങ്ങൾ എന്നെ കാണുമ്പോൾ ശരിക്കും ഇതേ ആത്മവിശ്വാസത്തോടെ തന്നെയായിരിക്കും കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയോ? അങ്ങേയറ്റം സന്തോഷമുള്ളതിനെ കൊണ്ടാവും. അടുത്തതായിട്ട് എനിക്കും പറയാനുണ്ട് എന്ന് പറയുന്ന നമ്മുടെ സെഗ്മെന്റിൽ സംസാരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മാതാശ്രീയാണ്. മാതാശ്രീക്കും കുറെ കാര്യങ്ങള് തുറന്നു പറയാനുണ്ട് പോലും. കാരണം കേൾക്കാൻ ആളുണ്ടാവുമ്പോഴാണ് ശരിക്കും അവരുടെ ഉള്ളിലുള്ള എന്താണ് അവരെ ഇങ്ങനെ വേട്ടയാടുന്നത്, അല്ലെങ്കിൽ അവർക്ക് സന്തോഷമുള്ളത്, വിഷമിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ മക്കളെക്കാട്ടിലും കൂടുതൽ ഇപ്പൊ ഉമ്മാക്ക് കംഫർട്ട് ഈ വനിതാ കളക്റ്റീവാണ്. സോ ഇവിടെ നിന്നിട്ട് ഉമ്മാക്ക് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്, നമുക്കും കേൾക്കാം അല്ലെ? നമസ്കാരം എല്ലാവരോടും. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച വനജയോടും വിജയോടും ഗോർഗിയോടും മറ്റുള്ള എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. അപ്പം മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് മഞ്ചേരിയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് പത്തിരിയാലറ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതിനാണ് എനിക്ക് വളരെ സന്തോഷം. കുറച്ച് ആൾക്കാരെ മുന്നിൽ നിന്നുകൊണ്ടൊക്കെ സംസാരിക്കാന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കാരണം പുറം ലോകമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാതെ ഒരു വീട്ടിലിങ്ങനെ അടുക്കള അങ്ങനെ മക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജീവിക്കണ ഒരു അമ്മയാണ് ഞാന്. പക്ഷെ ഇപ്പം നിങ്ങള് വിജയവും ഗാർഗിയും ഒക്കെ വന്ന് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചപ്പോ എന്തോ ഒരു വലിയൊരു സംഭവം എനിക്ക് പറയാനുള്ളതും എനിക്കും പറയാലോ എന്നതുപോലെ. ഞാൻ ചെറുപ്പത്തില് 15 വയസ്സായപ്പോഴാണ് എന്റെ കല്യാണം. അന്നത്തെ കാലം 10-40 കൊല്ലം മുന്നൊന്നും വലിയൊരു പക്വതല്ലാത്ത കാലം. കല്യാണം കഴിക്കാന്ന് പറയുമ്പോ അതൊരു എന്തോ ഒരു നിധി കിട്ടണ പോലത്തെ ഒരു ഇതാണ്. വേറൊന്നും ചിന്തിക്കണമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞു. നല്ലൊരു വാപ്പി ഉമ്മി കിട്ടിയത്, അമ്മോശാക്കി അമ്മായിമ്മ. അതെന്റെ വാപ്പി ഉമ്മി തന്നെയാണ്. പിന്നെ കൂട്ടുകുടുംബം, അതിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ക്ഷമിച്ച് ഈ ബാപ്പാന്റെയും ഉമ്മാന്റെയും മരണം വരെ ഞാൻ ഓരോരുത്തരും 3 വർഷം കഴിഞ്ഞാലാണ് എനിക്ക് ആദ്യത്തെ മോളുണ്ടാണത്. മോളുണ്ടായി. പിന്നെ ആ മോക്ക് ഒരു 6 വയസ്സായ പിന്നെ ഒരു മോളുണ്ടായി. പിന്നെ ഒരു 6 വയസ്സോ മറ്റോ ആൾക്കാര് വേറെ, അങ്ങനെ 4 പെൺകുട്ടികളായപ്പം ഒരു സംസാരം ഉണ്ടായി അവിടെ. ഇവൾക്ക് ഫുള്ള് പെൺകുട്ടികൾ തന്നെയാണോ? പക്ഷെ പെൺകുട്ടികളായാലും എന്താ, നല്ല ആൺകുട്ടികളെ ധൈര്യമല്ല 4 പെൺകുട്ടികളെ എനിക്ക് തന്നിട്ടുള്ളത്, തൻ്റെടിയായ 4 മക്കളെ. പക്ഷെ അവരെ ഉപ്പയും വിദേശത്തായിരുന്നു. പക്ഷെ ഈ മക്കളെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കണം, എല്ലാ കാര്യവും. പക്ഷെ വല്യപ്പുണ്ടായിരുന്നു. വല്യപ്പ നല്ല ഉത്സാഹമായിരുന്നു എല്ലാത്തിനും. ഞങ്ങളെല്ലാത്തിനും കൂട്ട് കൊടുത്ത്. ഏറ്റവും ഇഷ്ടം എന്റെ വലിയ മൂത്ത മോളെയാണ് വല്യപ്പാക്ക്. അവള് വെച്ചാ ജീവൻ, അവൾക്ക് അങ്ങോട്ടും. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. ഞങ്ങൾക്കൊക്കെ ആദ്യത്തെ മോളെ എത്രയും വേഗം കല്യാണം കഴിപ്പിക്കണം എന്നുള്ളൊരു, ആ നാട് അങ്ങനെയാണ്, നാട്ടുമ്പുറം ആ ഒരു ഏരിയ ആണ്. നമ്മളെ മുതൽ 15-16 വയസ്സുമ്പോൾ കുട്ടികളെ വിദ്യാഭ്യാസം എല്ലാം നോക്കുക, വലുതാകുമ്പോത്തിന് കെട്ടിച്ചു വിടണം എന്നുള്ളത്. പക്ഷെ കുട്ടികളുടെ ആഗ്രഹങ്ങളൊന്നും നമ്മളൊന്നും ചോദിച്ചില്ല. 10ാം ക്ലാസ് കഴിഞ്ഞോടുകൂടി അവളെ കല്യാണം കഴിക്കണം എന്നുള്ളതിൽ അങ്ങനെ നിന്ന് കെട്ടിക്കണം ചോദിച്ചു. അവൾക്ക് പഠിക്കണം എന്നാണ് ആഗ്രഹം. ഏതായാലും അങ്ങനെ പോട്ടെ, പ്രശ്നമാക്കിയില്ല. പക്ഷെ കുറച്ച് പൊട്ടിത്തെറി ഏറിയായിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കൂല, സ്വന്തം കാര്യമൊന്നുമില്ല, ആ ഇതിലായിരുന്നു. ഏതായാലും ഓളെ വല്യപ്പ എല്ലാത്തിനും സമ്മതിച്ച അങ്ങനെ അവളെ കാര്യങ്ങളും നോക്കി കുറെ കാലം. പക്ഷെ ഞാൻ പറഞ്ഞ തീരെ കേൾക്കൂല. വല്യപ്പാനെയാണ് വലിയത്. ഇങ്ങോട്ട് വന്ന് വല്യപ്പ ചോദിക്കും, ഓളെ ആയിക്കോട്ടെ, ഓളെ ബാധിച്ച് ഓൾ എന്താ ചെയ്യണെന്ന് ചെയ്തോട്ടെ, പ്രശ്നമാക്കേണ്ടെന്ന് പറയും. ഇന്നോട്
റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഓളെ വിടല്. പക്ഷെ ആ പൊട്ടിത്തെറിയും വികൃതിയും ഒക്കെ ഉണ്ട്. പക്ഷെ മറ്റേ മക്കൾക്കോ ഇല്ല. അങ്ങനെ അവളെ വളർത്തി, ഓളൊരു ആൺകുട്ടിയായിട്ട് തന്നെ വളർത്തി. ചുരുക്കി പറയുക ആൺകുട്ടിന്നെ. അങ്ങനെ അവളെ കല്യാണം കഴിഞ്ഞു, അവൾക്ക് മക്കളായി. രണ്ടാമത്തെ മോളും വലുതായി, അവളും കല്യാണം കഴിഞ്ഞു. അവരൊക്കെ നല്ല സന്തോഷത്തിലാണ്. എനിക്ക് നല്ല 2 ആൺകുട്ടികളെയാണ് കിട്ടിയിരിക്കുന്നത് മരുമക്കളായിട്ട്. എന്റെ ഇടതും വലതും നിൽക്കാൻ പറ്റുന്ന മക്കള്. അത് എനിക്ക് എവിടെയും തുറന്ന് പറയാം. കാരണം ആ സ്നേഹല്ലോടത്തെ ഇതുണ്ടാവോളും. കാരണം എന്റെ മക്കളെ പൊന്നു പോലെ ഒരു നോക്കുന്നുണ്ട്. അവർക്ക് മക്കളി നല്ല ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഒരു വീഴ്ച വന്നത് എന്റെ 3ാമത്തെ മകളെ കാര്യത്തിലാണ്. എന്നാലും അവൾക്ക് പഠിക്കണം എന്നില്ല. ഇപ്പത്തെ രീതിയിൽ അവൾക്ക് പഠിക്കണം എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്റെ ഫ്രണ്ടിന്റെ മോനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചു പറഞ്ഞാല് അത് നല്ലൊരിതാവും വിചാരിച്ചു കണ്ടാണ്. പക്ഷെ അവന് സ്നേഹം പറയുന്നത് ലേശം ഇല്ലാന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ എന്റെ കുട്ടിനെ ഞാനിപ്പം വിസ്മയ ശ്രീധരത്തിന്റെ പേരിൽ കൊന്നു. ഉത്രനെ പാമ്പ് കടിച്ചു കൊന്നു. എനിക്കിനി വേറൊരു എന്റെ മോളെ ഞാൻ ആ ഒരു നിലക്ക് വിടാൻ പറ്റൂല. എനിക്ക് കൊണ്ടുപോകുന്നതാ. എന്റെ മോക്കിന് ഇതിലും നല്ല ഭാവി ഉണ്ടാകാതിരിക്കില്ലല്ലോ. ആ കാലത്താൽ എന്റെ മോക്ക് ഇപ്പൊ ഒരു കുട്ടിയുണ്ട്, 8 മാസമായ കുട്ടി. അവര് നല്ല രീതിയിൽ ജീവിക്കണം, അവൾ പഠിപ്പിക്കണം. ആ ഒരു ഇതിലാണ് ഇപ്പൊ എന്റേത്, അവൾക്ക് വേണ്ടിക്കാണ്ട്. പിന്നെ ഒരു ആൺകുട്ടി ഉണ്ട് 5ാമത്. അത് ചെറിയതാണ് എങ്കിലും ഇപ്പൊ പ്രശ്നം പറഞ്ഞാല് അവളെ കാര്യത്തിൽ മാത്രമേ എനിക്ക് ടെൻഷനുള്ളൂ. വേറൊരു കാര്യം, പക്ഷെ ഞാൻ തളർന്നാല് എന്റെ 5 മക്കളും തളരും. ഞാനൊന്ന് 2 മാസം കിടന്നിട്ട് എന്റെ മക്കൾ തലങ്ങും വിലങ്ങും ഇന്നെ നല്ല പൊന്നുപോലെ നോക്കി. 2 മാസം ഞാൻ കിടക്കുന്നു. പക്ഷെ ഏട്ടന്റെ ഒരൊറ്റ വാക്ക്, മുരളീധരൻ പണിക്കര് എനിക്ക് തന്ന എന്റെ മൂക്ക് കൊടുത്ത വാക്കുണ്ട്. എന്റെ ഉമ്മാനെ ഞങ്ങൾ എണീറ്റ് നടക്കും. എന്റെ ഉമ്മ ആൾക്കാരെ മുന്നിൽ കൂടെ നടക്കും. അത് എന്റെ വാക്കാന്ന് പറഞ്ഞ വാക്ക് ഇപ്പൊ ഞാന് നിങ്ങളെ ഈ മുന്നിൽ വന്ന് നിൽക്കണ ഞാന് ഇപ്പം അതൊരു തെളിവാണ്. കാരണം അത്രയും അസുഖ കാരണത്തിൽ കുറെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ ഈ മോള് കാരണം വിഷമങ്ങളും പ്രഷറും കാര്യങ്ങളും ഒരു ഭാഗം തളർന്നു. ഏതായാലും ഞാൻ ഇവിടെ വരെ എത്തി. ഇപ്പൊ നിങ്ങളെ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഒരവസരം തന്ന ഈ വനജയോടും എല്ലാത്തിനോടും ഞാൻ അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. ചെറുപ്പത്തിൽ എന്താ ആവാന്ന് വെച്ചാല് നല്ല ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം നല്ലോണ്ടായി. ജോലിക്കൊരു അവസരം കിട്ടിയതുമാണ്. പക്ഷെ യാദൃശ്ചികമായിട്ട് ഇവരപ്പ അതൊന്നും വേണ്ടിട്ട് പറഞ്ഞതുകൊണ്ട് അത് തട്ടിമാറ്റി. ഇപ്പൊ എനിക്ക് തോന്നുന്നു നല്ലൊരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നല്ല മക്കളെയൊക്കെ നോക്കി ഇങ്ങനെ വീട്ടിലെ പണി കഴിഞ്ഞിട്ട് മക്കളെയും നോക്കി ഈ ജോലി നോക്കിയാ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ, നമുക്ക് സ്വന്തം നടക്കാലോ. പക്ഷെ ഇവരെ ഉപ്പ നല്ലോണം നോക്കണ്ടിരുന്നു. അതല്ല, ഉപ്പാനിലും വലുതൊന്നല്ല, ശരിയാണ്. പക്ഷെ പറഞ്ഞാലും ഉപ്പ നോക്കുന്നുണ്ട്, ഡാഡി നോക്കുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്. എന്റെ മോളെ നല്ലോണം നോക്കുന്നുണ്ട് ഡാഡി. അതിപ്പോ ഇവിടെ തന്നെ പറയണം, എനിക്ക് പറയണമെന്നില്ല. കാരണം എന്താ വെച്ചാല് ഡാഡിന്റെ ഒരു ഇതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോ ചെയ്യണതൊക്കെ അവസ്ഥകൾ അതിജീവിച്ചു. അതൊക്കെ പറയണ്ടേ. ഇപ്പൊ ഞാൻ അതെല്ലാം പറയണം വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഇമോഷണൽ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇമോഷൻ ഇപ്പൊ മാറിക്കണ്. ഇവരൊക്കെ എന്റെ മക്കൾ തന്നെയാണ്. ഇവർക്ക് വരുന്ന ഓരോരോ പ്രശ്നങ്ങളും നമ്മളീ പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇനി ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ നോക്കുക നമ്മള്. കാരണം ഇതിപ്പോ നിമിത്തല്ലേ, ഓരോ നിമിത്തങ്ങളാണല്ലോ. കാരണം ഓരോന്ന് കേൾക്കണതും കാണുന്നതൊക്കെ നമ്മള് ഓരോരോ കുട്ടികളെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ പെണ്ണായാലും ആണായാലും ഒക്കെ ഇപ്പൊ ഒക്കെ ഓരോരോ അനുഭവങ്ങൾ നമ്മൾ കണ്ടുവരുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞത് ഉത്രൻ്റെതും വിസ്മയ എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇപ്പൊ നിങ്ങളൊക്കെ കേട്ടതാവുമല്ലോ. പിന്നെ പറഞ്ഞാലിപ്പോ പെണ്ണാണ്ട ആണെന്നെ ആയിക്കോട്ടെ, ഷാറൂഖിനെ ഗ്രീഷ്മ കാട്ടിയതൊക്കെ ഇപ്പൊ അതും സംഭവം നമ്മൾ കണ്ടതും കേട്ടതുമാണല്ലോ. അപ്പൊ നല്ല കുട്ടികളായിട്ട് നല്ല ഇതിൽ നിങ്ങളെ ഫ്യൂച്ചർ എന്താ വെച്ചാൽ അത് നോക്കിയിട്ട് നല്ല ഇത് തെരഞ്ഞെടുക്കുക. വിവാഹകാര്യം ആവുമ്പോൾ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുക. നല്ല പ്രപ്പോസൽ വരുമ്പോ നമ്മൾ ഓക്കെ. പക്ഷെ സ്നേഹിക്കുന്നവരാണ്, ഉള്ളിൽ നല്ല സ്നേഹമുള്ളവര് മാത്രമാണെങ്കിൽ നമ്മൾ ഓക്കെ എന്ന് പറയാം. അല്ലെങ്കിൽ അത് 8ന്റെ ഫോണി നമുക്ക് കിട്ടും. കാരണം നമുക്ക് സ്വന്തം മക്കൾക്ക് വരുമ്പം ഒരു ഉമ്മ അത് എത്രത്തോളം അനുഭവിച്ചിരിക്കണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്റെ മക്കളിനാണുള്ളത് നിങ്ങളൊക്കെ അത് നല്ലോണം നോക്കി കണ്ടു. ആരിനിപ്പോ ഉമ്മ അച്ഛനായാലും അമ്മയായാലും പറഞ്ഞാലും അത് നല്ലോണം ഒന്നും കൂടി ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ.
നല്ലതാണ് പറഞ്ഞാലും നമ്മൾ ഒന്നും കൂടി ആലോചിക്കണം. കാരണം എന്താ വെച്ചാല് ഏത് വഴിക്കാണ് വരികയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം നമുക്ക് നമ്മളുടേതായ ഒരു ഇത് നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് അതിനൊരു മെച്ചൂരിറ്റി വരുമ്പോ നമുക്കത് തോന്നുമല്ലോ, എനിക്ക് കല്യാണം ആയിക്കണ്, എനിക്ക് അമ്മേ അല്ലെങ്കിൽ അച്ഛ എനിക്ക് വേണം, കല്യാണം വേണം എന്ന് പറയാനേ. അപ്പൊ അങ്ങനെയാണ്. അതേമാതിരി തന്നെ രണ്ടെണ്ണത്തിനെ കെട്ടിച്ചതിൽ എനിക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല. ഹാപ്പിയാണ് ഞാൻ വളരെ. പക്ഷെ മൂന്നാമത്തേല് ഞാൻ പറഞ്ഞ മാതിരി അതിപ്പോ ചിലപ്പോ എന്റെ വിധിയായിരിക്കും, എന്റെ മോളി വിധിയായിരിക്കാരം. അവൾക്കൊരു കുഞ്ഞുണ്ടാകാനും ആ കുട്ടീനെ കളിപ്പിച്ചാനും ഒക്കെ ഒരു വിധിയായിരിക്കാരം. അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഞാൻ അതിന്റെ വൈക്കാണ് വിടുക. അത് ആരെത്താച്ചാ ചെയ്യട്ടെ. നമുക്കിപ്പോ അതിന് പിന്നെ അവളും ടെൻഷനാക്കിയിട്ട് കാര്യമല്ല. അവളും പഠിപ്പും കാര്യമായിട്ട് അവളും പോട്ടെ എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഉമ്മച്ചിക്ക് ട്രാവല് ഭയങ്കര ഇഷ്ടാ. ഈ യാത്ര ഞാൻ പോയത് ഏറ്റവും ദൂരം പോയത് ഇപ്പൊ എറണാകുളം സ്ഥലം അല്ലേ, ട്രിവാൻഡ്രം. പിന്നെ കഴിഞ്ഞ ഒരു കൊല്ലാകാലമായി ഒരു 8 ദിവസമൊക്കെ നിൽക്കും എറണാകുളം പോയ. 8 ദിവസം 10 ദിവസമൊക്കെ. അത് ഭയങ്കര രസാ. അവന്റെ ഇപ്പൊ അടിച്ചു പൊളിച്ച് പിന്നെ വീട്ടിൽ വരും. പിന്നെ വീട്ടിൽ തന്നെ ചട്ടിയും കുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ. പിന്നെ ഉപ്പച്ചിക്ക് അങ്ങനെ യാത്ര ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ പോവില്ല. ഇപ്പൊ പോകാൻ പറഞ്ഞാൽ അതിന് പറ്റിയ ചുറ്റുപാടിലല്ല. പ്രാരാബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ യാത്ര ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അല്ലാതെ ഇഷ്ടമാണ് യാത്ര ചെയ്യുന്ന. ഇപ്പൊ ഇഷ്ടം. ഇവള് ജനിച്ച് 21ാം ദിവസമാണ് ഇവിടെ ഉപ്പച്ചി ഗൾഫിലാ പോണത്. ഗൾഫിൽ പോയി ആ ഉടനെ തന്നെയാണ് മറ്റേ സദ്ദാം ഹുസൈനും ഇറാഖ് ഇതായിട്ടുള്ള അമേരിക്കൻ യുദ്ധം ഉണ്ടാകുന്നത്. ഇപ്പൊ ഇങ്ങനെ റിട്ടേൺ വരും വിചാരിച്ചിരുന്നു. പക്ഷെ അയാള് കുറെ മോറിയും മറിഞ്ഞൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നുകൊണ്ട് 2.5 വർഷം കഴിഞ്ഞ് ഇവർക്ക് 2.5 വയസ്സാകുമ്പോഴാണ് വരുന്നത്. പക്ഷെ ഞങ്ങൾ കുറെ കാലം ഇവനൊക്കെ ഈ 3 മക്കളായിട്ടാണ് ഞങ്ങൾ വേറെ പോകുന്നത്. അത്രയും കാലം അവിടെ തന്നെ ഇരുന്നു ആ വീട്ടില്. കൂട്ടുകുടുംബം. നമുക്ക് ഇപ്പത്തെ ആ ഇതൊന്നും ചിന്താഗതി ഒന്നും അന്നില്ല. അന്ന് ആ അതിൽ കൂടെ ഇങ്ങനെ പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്ന് ഇവിടെ ഇങ്ങനെ ഈ നമ്മളെ വാപ്പാന്റെ ഉമ്മാനും മതിയിലേറെ സ്നേഹമുള്ള ആൾക്കാര് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമ്മൾ പലരും ചിന്തിക്കുക ഒരു മാറ്റത്തില്. പക്ഷെ ആ ഒരു ഇത് ഇവിടെ വന്നിട്ടില്ല. എനിക്ക് ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇവിടെ. നല്ലത് ഞാൻ ചിന്തിച്ചതുമില്ല. പിന്നെ ജോലിയൊക്കെ ഇഷ്ടമായിരുന്നു. നല്ല ഹാപ്പി തന്നെയാണ്. പിന്നെ പറഞ്ഞ ഗൾഫ് വിദേശത്താണ് ഹസ്ബൻഡ്. മാസം പൈസ വരിക, അതിങ്ങനെ എണ്ണി വെക്കുക, മക്കളെ നോക്കുക. ഇതൊക്കെയാണ് അന്നത്തെ ലോകം. വേറെ ഒന്നുമില്ല. വേറെ സുഖമായിട്ട് മക്കളായിട്ട് അങ്ങനെ സുഖമായിട്ട് ജീവിച്ച് അതാണ്. പിന്നെ എനിക്ക് ഏറ്റവും വിഷമം വന്നത് പറഞ്ഞാല് നമ്മള് കുറച്ച് പക്വത വെച്ചാല് കുറച്ച് വികൃതിത്തരൊക്കെ ഉണ്ടായിന്. അതില് പിന്നെ പറഞ്ഞാൽ നമ്മളിപ്പോ ഈ കൂട്ടുകുടുംബാകുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിന്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് വലിയതായി. ഇവള് കല്യാണം കഴിച്ചു പോയി. ഇവക്ക് മക്കളായി. പിന്നെ രണ്ടാമത്തോളം കല്യാണം കഴിച്ചു, ഓക്ക് മക്കളായി. ഞാൻ പറഞ്ഞത് ഈ മൂന്നാമത്തെ ഈ പ്രശ്നമാണല്ലോ, അതെനിക്ക് വല്ലാതെ താങ്ങാൻ കഴിഞ്ഞില്ല. കുറെ അസുഖങ്ങളൊക്കെ ആയിങ്ങാണ്ട് കിടപ്പിലൊക്കെ ആയി. 2 മാസത്തോളം കിടന്നു. പക്ഷെ എന്റെ ഞാൻ പറയാൻ കാരണം മക്കള് പറഞ്ഞത് അൻവർ സാദത്ത് പറഞ്ഞ ഹിമന്റെ ഹസ്ബൻഡും ജയ്സലിന്റെ ആ 2 ആമക്കളെ ഞാൻ പറഞ്ഞത്. അവര് രണ്ടും ഒരാഴ്ചയിൽ എനിക്ക് എന്ത് വന്നാലും 2-3 പ്രാവശ്യം എനിക്ക് വിളിക്കും എന്റെ വിശേഷം അറിയാം. അങ്ങനത്തെ മക്കളെ കിട്ടുമ്പോ സന്തോഷം തന്നെയല്ല നമുക്ക്. പിന്നെ ഈ ഒരു കാര്യത്തിന് ഒരു വിഷമം അതിപ്പോ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യണില്ല. കാരണം അത് ഇനിയിപ്പോ എന്താ വെച്ചാല് അതിന്റെ വഴിക്ക് പോട്ടെ. കാരണം ഓളെ കുട്ടിയിലെ കാര്യം നമ്മള് നല്ല രീതിയിൽ നോക്കാന്ന് മാത്രമേ ഇപ്പൊ നമ്മളെ എത്തുള്ളൂ. കാരണം അതിനുള്ളത് നമ്മൾ അത് ചെയ്യണം. അവളെ സംബന്ധമായിട്ട് അവർക്ക് എന്തെങ്കിലും പഠിക്കാനാവില്ല എന്തിനൊക്കെ വെച്ചാല് അത് നമ്മൾ ചെയ്യും. ഈ ഒരു ടൈമിൽ ചോദിക്കാൻ ആഗ്രഹിക്കും, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന ഈ ഇരിപ്പിൽ തന്നെ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലെ? ഉമ്മ വളരെ ടിപ്പിക്കൽ ആയിട്ടൊരു ഉമ്മച്ചി കുട്ടി. ഞാൻ ആ ഷെല്ലൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ഒരു എന്താ പറയാ, ഞാൻ എന്റേതായിട്ടുള്ള ഒരു സ്വത്വം തിരിച്ചറിഞ്ഞ് എന്റേതായ രീതിക്ക് മാറിയിരിക്കുന്നു. ശരിക്കും എന്റെ ഈ ഒരു മാറ്റത്തിന് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇവര്. എന്റെ ഇഷ്ടങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തതിനും ഞാൻ ഇങ്ങനെ ഇവരുടെ കൂടൊപ്പം തട്ടയിടേണ്ട സിറ്റുവേഷനിൽ ഇടുന്നു, ഇടാത്ത സിറ്റുവേഷനിൽ അത് മാറ്റിവെക്കുന്നു. എന്റെ തീരുമാനങ്ങളിൽ അടി ഉറച്ചു നിൽക്കുന്നു. എന്റെ ചില അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്നത് കാരണം സോഷ്യൽ മീഡിയയിലൂടെ പല ആളുകൾ അത് കണ്ടിട്ട് പല കമന്റ്സും പല മെസ്സേജും കുടുംബത്തിൽ ഉണ്ടാകുന്ന കുറെ വിപ്ലവങ്ങളുണ്ട്. അതൊക്കെ ശരിക്കും ഡയറക്റ്റ് ഫേസ് ചെയ്ത ആൾ തന്നെയാണ് ഉമ്മയും ഉപ്പയും എന്റെ ഡാഡിയും എന്റെ വല്യപ്പച്ചിയും ഒക്കെ. ശരിക്കും ഉമ്മാന്റെ ആ ഒരു അനുഭവം കൂടെ ഇവിടെ തുറന്നു പറയണം. കുടുംബത്തിൽ നിന്നും ചുറ്റിൽ നിന്നും ഉമ്മ ഏറ്റുവാങ്ങിയ കുറേ ഞാൻ മുഖാന്തരം അതല്ലെങ്കിൽ എന്റെ ഈ ഒരു മാറ്റം കാരണം ഉണ്ടായ കുറെ പ്രതിസന്ധികളുണ്ട്.
ഉമ്മ നേരിട്ട കുറെ പ്രതിസന്ധികളും അവസ്ഥകളും നമുക്ക് തുറന്ന് സംസാരിക്കാം. പ്രതിസന്ധികളും പറഞ്ഞാലും മകളെ വളർത്തിയ ദോഷങ്ങളാണ് കൂടുതൽ പറയുന്നത്. മക്കളെ വളർത്തുമ്പോ നല്ല രീതിയിൽ വളർത്തണം, തട്ടിട്ട് വളർത്തണം. കാരണം തട്ട കിട്ടീന് കുട്ടീനെയാണ്. പിന്നെ ഓളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഓളെ എറണാകുളം പോയി അവിടുന്ന് കേട്ടാണ് പിന്നെ തട്ടം തീരെ ഇല്ലാതെയത്. പക്ഷെ ഞാൻ പറയില്ലേ, പക്ഷെ നമ്മൾ അവിടെ നടക്കുമ്പോഴൊക്കെ ഏകദേശം തട്ടൊക്കെ ഇടലുണ്ട്. എന്നാലും തട്ട കൊഴിഞ്ഞോടും, ഓട്ടോമാറ്റിക് ആയിട്ട് കൊഴിഞ്ഞോണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ വിചാരിച്ചു വരുന്ന വഴിക്ക് ധരിച്ചില്ല, ഈ പോണ വഴിക്ക് പോയിക്കോട്ടെ എന്ന് ഞാനോട് വിചാരിച്ചു. കാരണം ഓളെ സന്തോഷമായിട്ട് ഓള് നടക്കട്ടെ. ഇപ്പൊ തട്ടിട്ടില്ലാണ്ട് ഇപ്പൊ അതിനൊരു പ്രശ്നം താണ്ടായില്ലാണ്ട് പറഞ്ഞാ കേൾക്കാത്ത കേടൊന്നുമില്ല. കാര്യപ്പെട്ട സ്ഥലങ്ങളിൽ പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് പോവുക. അല്ലാത്തപ്പോൾ പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ തട്ടിടാൻ പറയല്. അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിലൊന്നും ഇപ്പൊ ഞാനൊന്നും പറയണില്ല. മോക്കനിടണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഓള് ഈ സ്റ്റൈലിൽ തന്നെയാണ് ഓള്. അത് ഓളെ ഹസ്ബൻഡിനും അല്ലെങ്കിൽ പിന്നെ പറയണം, ഓൾക്ക് കുഴപ്പമില്ല. പിന്നെന്താ, അവര് ഇപ്പോഴും ഈടപ്രാവള് മാതിരി ഇങ്ങനെ നടക്കുന്നു. അപ്പൊ അതാണ് നമ്മക്കും വേണ്ടത്. ഓല് നല്ലതില് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാൻ തന്നെയാണ്. ഇപ്പൊ ഞാൻ തട്ടത്തിന്റെ കാര്യം പറഞ്ഞാണ്ട് വെറുതെ തട്ടം മാത്രല്ല, ഒരു പെൺകുട്ടിക്ക് തട്ടമാണോ അനിവാര്യം, അതോ അവൾക്ക് സ്വയം ജീവിക്കാനും അവളെ ജീവിതം അവള് തെരഞ്ഞെടുത്ത് അതിലോള് വിജയിച്ച് മറ്റുള്ളവരെയും കൂടെ പിടിച്ചുയർത്തുന്നതാണോ ശരിയെന്ന് തോന്നിയിട്ടുള്ളത്? തട്ടത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാല് ഞാനിപ്പോ അത് ഈ പറഞ്ഞ മാതിരി തട്ട എനിക്ക് പ്രശ്നമില്ല. കാരണം നിന്റെ ലൈഫ് നീ തിരഞ്ഞെടുക്കുക. അതെ, നിനക്ക് എന്താണ് പോസിറ്റീവ് ഇത് തോന്നുന്നു വെച്ചാൽ അത് ചിരിക്കുക. പിന്നെ ടീച്ചറിനും കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മളെ മലപ്പുറം അവിടെ ഒരു മുസ്ലിം കുട്ടിയും പറയുമ്പം ഒരു ഉമ്മ കുട്ടിയായിട്ടാണ് ഓലതിൽ നടക്കുന്നത്. പക്ഷെ ഇവളും പറഞ്ഞാൽ അതിനൊക്കെ മാറിയിട്ടാണ് തലയിലിടാതെയൊക്കെ നടക്കുന്നത്. ഡ്രസ്സ് മോഡേണാണ്. അവിടെ ഇതിലും വലിയൊരു വിപ്ലവം ഉണ്ടായിട്ടുണ്ട്. ഒരു 10 വർഷം മുന്നേ ഞാൻ മൂക്ക് കുത്തിയത്. അപ്പൊ പറഞ്ഞ് മൂക്ക് കുത്തിക്കണ് അതില് അത് വീണെങ്കിലും കാരണം ടെൻഷന്. കാരണം മൂക്കുത്തിക്കാണ് ഇപ്പൊ ഈ മനുഷ്യന്മാരടിയപ്പോ നല്ല തന്നെ ഓരോന്ന് കേൾക്കണ്. ഇപ്പച്ചി ഇവിടെ അല്ല, കാരണം എല്ലാവരും ഇങ്ങോട്ട് ഇതേ പറയുള്ളൂ. എറണാകുളത്ത് വന്നപ്പോണ്ട് വലിയ റിംഗ് ഒക്കെ ഇട്ടിരുന്നു മൂക്കില്. ഞാൻ പറഞ്ഞു വല്ലാത്തൊരു ചോദ്യം ചെയ്തത്. ഒരു മോക്ക് അപ്പൊ പറഞ്ഞാല് നിങ്ങൾ സമ്മതിക്കൂലെന്ന് കരുതിയിട്ട് സർപ്രൈസ് ആയിട്ട് ഞാൻ കുട്ടി വന്നതാണ്. ഞാൻ ഇട്ടത് ചെറിയൊരു ഇതാണ് തിരക്കല്, വലിയൊരു റിങ്. ഇതൊക്കെയാണ് ഇപ്പത്തെ അവസ്ഥ. എന്താ അവിടെ? ഇപ്പൊ അവിടെ മൊത്തത്തിൽ ആകെ കുത്തിയേക്ക. ഇപ്പൊ അടക്കി കുത്തിക്കണ്. ഇപ്പൊ അതൊരു ഇന്നെ വരെ കുത്താൻ നോക്കിയില്ലേ. പക്ഷെ എനിക്ക് ഇഷ്ടാണ്, ഇവളെപ്പൊക്കെ ഇഷ്ടാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ഈ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ അത് ഈ ആയ സ്ഥിതിക്ക് ഈ ആയെന്ന് പറഞ്ഞ എത്ര? ഈ 53 വയസ്സിൻ്റെതല്ലേ പറഞ്ഞത്. നമ്മള് ഒന്നുണ്ടാക്കിയ ജീവിതം കുറച്ചുള്ളൂ, അതൊക്കെ എനിക്കറിയാം. പക്ഷെ അറിയോ, കുത്തുമ്പോ കുറച്ച് മുന്നിൽ കുത്തണ്ടി. ഇനിയിപ്പോ കുത്തിയിട്ട് കാര്യമില്ലാന്ന് പറയാനില്ല. അല്ല, ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അറിയോ, ഞാന് പറഞ്ഞാല് എന്റെ വീട്ടിൽ ഇനിയിപ്പോ ഒന്നും പറയാം, ഞങ്ങൾ 11 മക്കളാണ് എന്റെ വീട്ടില്. 6 ആണും 5 പെണ്ണും. അതിലിപ്പോ ഒരാള് മരിച്ചു, വലിയ കാക്ക മരിച്ചു. ഞങ്ങൾ 10 മക്കളാ. നല്ല അതും പറഞ്ഞ മാതിരി കൂട്ടുകുടുംബമായിട്ട് അങ്ങനെ പലരും വേറെ പോയി, ഓരോരുത്തരും വേറെ പോയി. ഭയങ്കര സ്നേഹത്തിലാണ് ഞങ്ങളെ കുടുംബം. എന്റെ വീട്ടില് ആങ്ങളമാരും ഏട്ടത്തികളും അഞ്ചത്തികളും ഒക്കെ ആയിട്ട്. ഇപ്പൊ ഉമ്മ ഉണ്ട്. ഉമ്മച്ചി ഇങ്ങനെ സുഖമില്ലാതെ കിടക്കണ്. ഇടക്കിടക്ക് അവിടെ പോയി വരുന്ന്. ഇതൊക്കെ തന്നെ ഇവിടെ കാണുമെന്ന് പറയുന്നുണ്ട്. ഇവക്ക് തിരക്കായതുകൊണ്ട് ഇപ്പൊ എപ്പോഴേലും വരും ഈ കാര്യം ഉമ്മനെ കാണാം. 2-3 ആഴ്ച മുമ്പ് ഞാൻ പോയിട്ടേ ഉള്ളൂ. പക്ഷെ ഉമ്മനെ കാണാൻ വന്നിട്ടില്ല കേട്ടോ. നമ്മൾ പോയില്ലേ? അത് ഒരു 1-2 മാസമായിട്ട്. 2 മാസം അല്ല, മൂക്ക് കുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാമത് ഇപ്പൊ അത് വേണ്ടതാണ്. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം ഇടുന്നിട്ട് അങ്ങനെ നോക്കരുത്. പറ, എക്സ്പ്രഷൻ പറ. ധൈര്യം വന്നു ഒരു സീനിലെ ഉമ്മാനെ ഫിക്സ് ചെയ്തു. ധൈര്യം തന്നത് ഇവിടെ നിന്നാണ് അറിയാം.
ഞങ്ങൾക്ക് ഇനി കൊറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ പാറി പറന്ന് ഇങ്ങനെ നടക്കണം. നിങ്ങള് യാത്ര ചെയ്യാൻ യാത്ര പോവാ. അതിപ്പോ ഈ വെക്കേഷനിൽ ആവശ്യം വീട്ടിൽ തരട്ടെ. ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ഇന്റർനാഷണൽ ട്രിപ്പില് ട്രൗസർ ഇട്ടു എന്നും പറഞ്ഞ് ഭയങ്കര വിവാദമായതായിരുന്നു. ഈ ഇന്റർനാഷണൽ ട്രിപ്പിൽ ഞാൻ എന്തായാലും ട്രൗസർ ഇടും. അങ്ങനെയാണ് എന്റെ കൂടെ വന്നത്. അങ്ങനെയാണെങ്കിൽ ആ ട്രൗസർ ഞാൻ ടൂറും ചോദിക്കും. പിന്നെ ട്രൗസർ ഇടൂല. ഇനിയിപ്പോ മമ്മി അടുത്ത് ഇതുപോലെയുള്ള ഒരു സംഘടനയിലോട്ടും അതല്ലെങ്കിൽ അല്ലേ രാഷ്ട്രീയത്തിലോട്ടോ കുറച്ച് കാര്യങ്ങളിലോട്ടൊക്കെ ഒരു അവസരം ഉമ്മാക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനത്തെ ഒരു അവസരം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാല് എങ്ങനെയാണത്? കുറെ കാര്യങ്ങൾ പ്രവർത്തിക്കാനൊക്കെ ഉണ്ടാവും ആർജവത്തോടു കൂടി. അത് അതേമാതിരി ചെയ്യും. ധൈര്യമുണ്ട്. ഈ അങ്ങനെയൊക്കെ വർക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എംപ്ലോയ്മെന്റ് അല്ല എഴുത്ത്. എനിക്ക് എഴുതാൻ കഴിയില്ല എന്നുള്ളൂ. ഇങ്ങനത്തെ ഒരു സോഷ്യൽ സംഘടനയിലൊക്കെ വർക്ക് ചെയ്യാൻ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വർക്കുന്നു. ഞാൻ പൊരിക്കുന്നു. അത്രേ ഉള്ളൂ.